Hello, my dear friends. Hope all of you are doing well. Today, I am here to tell you a story, something you might have never heard before. By title, this is a story of this thing. What is this? Matchbox. So I can put this matchbox here, wherever I like. Nothing will happen. So here, we are going to hear a wonderful story written by Asha Purna Devi, who was a Bengali writer. This story is not exactly about the matchbox that we have seen here, but something is there that we can match that story with this matchbox. This story is about a lady who wants liberation from all sorts of domestic problems. It is she who strikes a matchstick against the matchbox and tries to burn the chauvinism of her better half. തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു മെയിൽ ഷവനിസം എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ, പാട്രിയാർക്കൽ സൊസൈറ്റിയിലുള്ള ഒരു ആൺമേൽക്കോയ്മയ്ക്കെതിരെ സംസാരിക്കുന്ന ഒരു കഥയാണ് നമ്മുടെ മാച്ച് ബോക്സ് എന്ന് പറയുന്നത്. ലെറ്റ് us see what is in this story. നമ്മുടെ എഴുത്തുകാരിയായിട്ടുള്ള ആശാപൂർണ ദേവിയെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ. അവർ ഒരു ബംഗാളി നോവലിസ്റ്റാണ്, എഴുത്തുകാരിയാണ്, കവിയാണ്. അതുപോലെ ദേശീയ പുരസ്കാരങ്ങളായിട്ടുള്ള ജ്ഞാനപീഠം, പത്മശ്രീ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അവരെഴുതിയിട്ടുള്ള നല്ലൊരു സ്റ്റോറിയാണ്, ഒരു കുടുംബകഥ പോലെ കേട്ടിരിക്കാവുന്ന ഒരു കുടുംബകഥ തന്നെയാണ് നമ്മുടെ മാച്ച് ബോക്സ് എന്ന് പറയുന്നത്. എഡിത്ത് ഹോട്ടൺ എന്ന് പറയുന്ന പ്രശസ്തയായ പഴയ ഒരു അമേരിക്കൻ റൈറ്ററുടെ കോട്ടിങ്ങോട് കൂടിയാണ് നമ്മുടെ മാച്ച് ബോക്സിൻ്റെ തുടക്കം. അതായത് കഥ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിനൊരു കോട്ടിങ് കാണാം. There are two ways of spreading light, to be the candle or the mirror that reflects it. രണ്ട് രീതിയിൽ പ്രകാശം പരത്താമെന്ന് പറയുന്നു. ഒന്ന് ക്യാൻഡിലായിക്കൊണ്ട് ഒരു മെഴുകുതിരിയെ പോലെ, അതല്ലെങ്കിൽ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്ന, അതിൻ്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന മറ്റൊരു കണ്ണാടി. ഇങ്ങനെ രണ്ട് രീതിയിലും പ്രകാശം പരത്താൻ സാധിക്കും. Women should choose between being a candle or a mirror. So it's up to them. They must decide between these two. മെഴുകുതിരി ആകണോ അതോ ഈ കണ്ണാടി ആകണോ എന്ന് സ്ത്രീകളാണ് തീരുമാനിക്കേണ്ടത്. ആൻഡ് വർക്ക് ഫോർ ദെയർ ഓൺ ഇമാനിസിപ്പേഷൻ ആസ് വെൽ ആസ് ദ ജനറേഷൻസ് ടു കം. ഇമാനിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ മോചനം, സ്വാതന്ത്ര്യം, വിമോചനം എന്നൊക്കെയാണ് അർത്ഥം. വിമോചനത്തിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. സോ ലെറ്റ്സ് മൂവ് ടു ദ സ്റ്റോറി. ഐ ഓൾവേസ് കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ്. വൈ? Because of the way matchboxes are. Even though they have enough gunpowder to set a 100 langas aflame, they sit around meek and innocent. In the kitchen, in the pantry, in the bedroom, here, there, anywhere. Women too are exactly the same. You want an example? So here, Asha Devi matches matchbox with women. സ്ത്രീകൾ തീപ്പെട്ടിക്കുള്ളി പോലെയാണ്, അല്ലെങ്കിൽ തീപ്പെട്ടിയെ പോലെയാണെന്നാണ് എഴുത്തുകാരി പറയുന്നത്. Even though they have much power to destroy, to burn many lankas. ലങ്കാസ് എന്ന് ഉദ്ദേശിക്കുന്നത് രാവണാസ് ലങ്ക, രാമായണത്തിലെ ലങ്ക. അതുപോലെയുള്ള വാസ്റ്റ് ഏരിയാസ് ഒക്കെ നശിപ്പിക്കാൻ ഒരു തീപ്പെട്ടിക്കൊള്ളി മതി. പക്ഷെ ആ തീപ്പെട്ടിക്കുള്ള ഒരു ഗുണമുണ്ട്. എന്താ? They sit around meek and innocent. So we can take it easily in our hand because it's very meek, humble, harmless, ഇന്നസെൻറ്റ്. വളരെ നൈസായിട്ടുള്ളൊരു സാധനമാണ്. ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു ദോഷം ചെയ്യാത്തൊരു സാധനമാണ് ഈ തീപ്പെട്ടി എന്ന് പറയുന്നത്. അത് നമുക്ക് എവിടെയോളം വയ്ക്കാം. ഇൻ ദ ബെഡ്റൂം, ഹിയർ, ദർ, എനിവർ. വി ക്യാൻ പ്ലേസ് ദാറ്റ് മാച്ച് ബോക്സ് എനിവർ ദാറ്റ് വി ലൈക്ക്, സിൻസ് ഇറ്റ് ഈസ് harmless. It's not at all a harmful one. Women too are exactly the same. Authors say that. സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. അവരെയും എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. അവരും ഇതുപോലെ ഒരുപാട് ഗൺ പൗഡർ, ഒരുപാട് പവർ ഉള്ളിലുള്ള ആളുകളാണെങ്കിലും അവരങ്ങനെ ഇന്നസെൻ്റായി, മീക്കായി, മീക്ക് മീൻസ് ജെന്റിൽ, ഹംബിൾ എന്നാണ് അർത്ഥം. വളരെ വിനയാന്വിതരായി നിലകൊള്ളുന്ന സ്വഭാവമാണ് രണ്ടുപേർ. മാച്ച് ബോക്സ് ആണെങ്കിലും ശരി, വിമൻ ആണെങ്കിലും ശരി. You want an example? Then look carefully at that enormous 3-story house in front of us. There you can see a 3-story building. ഒരു 3 നിലയുള്ള ബിൽഡിംഗ് ആണ്. യെസ്, ഇറ്റ്സ് വെരി ഇനോമസ്. ദാറ്റ് ബിൽഡിംഗ് ഈസ് ഇനോമസ്, വെരി ബിഗ്. വളരെ വലിയ ഒരു 3 നില കെട്ടിടം കാണുന്നില്ലേ? ആൻഡ് ഇറ്റ്സ് സൺഡേ മോർണിംഗ്, ഞായറാഴ്ചയാണ്. ദ വാഷർമാൻ ഹാസ് കം ആൻഡ് ഈസ് വെയിറ്റിംഗ്. സോ ദിസ് വാഷർമാൻ, അലക്കുകാരൻ അവിടെ വന്ന് താഴത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. Moments before handing over a heap of Ajit's dirty clothes to the washerman, Namita goes through the pockets one last time and discovers the letter. Moments before handing over a heap of Ajit's dirty clothes, അജിത്തിന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ പുള്ളിക്കാരന് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന്, കൈമാറുന്നതിന് മുമ്പായി, ഫോർ ദ ലാസ്റ്റ് ടൈം ഷി വാസ് സെർച്ചിങ് ത്രൂ ദ പോക്കറ്റ്സ് ഓഫ് അജിത് ഷർട്ട്സ്. ഷർട്ടിലും ഒക്കെ എന്തെങ്കിലും പൈസ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളിക്കാരി തെരഞ്ഞു നോക്കുകയാണ്. അങ്ങനെ ഒരു കത്ത് ആ പോക്കറ്റിൽ കിടക്കണ്ടായിരുന്നു. എങ്ങനത്തെ കത്താണെന്ന് നോക്കൂ. A twisted, crumbled envelope with his mouth torn, and on the envelope Nomita's name. Twisted, മടക്കി വെച്ച കത്താണ്.
മടക്കിയത് എന്ന് മാത്രം പറഞ്ഞപ്പോൾ ക്രംബിൾ മീൻസ് സ്ക്വീസ്ഡ് ഇൻ ടു ഇറഗുലർ ഷേപ്സ്. അങ്ങനെ ചുക്കിച്ചുളിച്ച് മാർക്കൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പലരും പരീക്ഷാ പേപ്പർ കാണിക്കുന്ന ഒരു രീതി ഏതാണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. വളരെ ചുക്കിച്ചുളിഞ്ഞ രീതിയിലുള്ള ഒരു എൻവലപ്പാണ് അവിടെ കാണാനുള്ളത്. ഒരു കവർ, ഹാൻഡ് ഓൺ ദ എൻവലപ്പ് നൊമിതാസ് നെയിം. പക്ഷെ അതിൽ കാണുന്നത് അജിത്തിന്റെ പേരല്ല, നൊമിതയുടെ പേരാണ്. A flame goes up top in all Nomida's nerves and veins. നൊമിതയുടെ ഉള്ളിലൂടെ ഒരു തീക്കനൽ അങ്ങനെ. ജോബ് ഹിയർ മീൻസ് ഡാഷ്, ഗോ ഇൻ എ സ്വിഫ്റ്റ് വേ, വളരെ വേഗം ശരീരത്തിന്റെ ഉള്ളിലൂടെ ഒരു തീനാളം അങ്ങനെ ജ്വലിച്ച് പായുകയാണ്. She drops the clothes in her hand and sits on the bed to open the letter. അങ്ങനെ തൽക്കാലം ആ തുണികളെല്ലാം താഴെയിടുന്നു. എന്നിട്ട് sits on the bed, ആ ബെഡിലിരുന്ന് ആ കത്ത് വായിക്കാൻ തുടങ്ങുകയാണ്. The first thing she looks at is the date. She was looking when this letter has come here. Going by the date, the letter must have come about 3 days earlier. When she checked the date, she could understand that the letter is the 3 days back. ഏതാണ്ട് 3 ദിവസം മുമ്പ് വന്ന കത്താണെന്ന് നൊമിതയ്ക്ക് മനസ്സിലാവുകയാണ്. She turns over the envelope. She flips. ആ കത്തൊന്ന് മറിച്ചു നോക്കുകയാണ്. And matches the postmark to the date. So there will be a stamp from the post office on the back of a cover. That is postmark. സാധാരണ നമ്മൾ സ്റ്റാമ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തായിട്ടൊരു പോസ്റ്റൽ സീൽ കാണാറുണ്ട്. അവിടെ ഡേറ്റ് ഉണ്ടാവും, ആ പോസ്റ്റ് ഓഫീസിന്റെ സ്ഥലപ്പേരും ആ ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടാവും. പോസ്റ്റ് മാർക്ക് അതിൽ നോക്കുമ്പോൾ ആ ഡേറ്റ് ഒന്ന് നോക്കിയതാണ്. That too bears the same witness. അതിൽ നിന്ന് മനസ്സിലായി കത്ത് ഇവിടെ വന്നിട്ട് ഏതാണ്ട് 3 ദിവസമായെന്ന്. Yes, the letter came 3 days ago. Ajit has opened it and read it, then crumbled it and twisted it and dropped it into his pocket and left it there. അജിത്ത് പൊട്ടിച്ചു വായിച്ചു, പോക്കറ്റിലേക്ക് മടക്കി ചുരുട്ടി ചുക്കി ചുളിച്ചിട്ടു. അത് അവിടെ തന്നെ കിടന്നു. Hasn't felt the need to mention it even once to Nomida. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു കത്ത് വന്നു എന്ന് പറയാനുള്ള ഒരു മര്യാദ പുള്ളിക്കാരൻ കാണിച്ചില്ല. The flame that had gone up top now burned steadily, hissing, sounding its note on each of her mind strings. അങ്ങനെ ആ ഫ്ലെയിം, ആദ്യം മനസ്സിൽ വന്ന ആ തീയെ ഇപ്പോൾ ജ്വലിച്ച് ആളി കത്താൻ തുടങ്ങുകയാണ്. It is burning now steadily, hissing. A hissing sound is heard from her mind string. മനസ്സിന്റെ തന്ത്രികളിൽ നിന്ന് ഒരു വിഷപ്പാമ്പിന്റെ ഒച്ച ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുകയാണ്. സ്ട്രിങ് അല്ലേ, നമ്മുടെ വയലിനൊക്കെ സ്ട്രിങ് ഉണ്ട്. അതുപോലെ തന്നെ മനസ്സിന്റെ തന്ത്രികളിൽ നിന്ന് കാവ്യഭാഷയിൽ നിന്ന് പറയാറുണ്ട്, കേട്ടില്ലേ? മനസ്സിന്റെ തന്ത്രി. The flame that had gone up top now burned steadily, hissing. Onomatopoeia, hissing. The sound of a snake that is hissing. അങ്ങനത്തെയൊക്കെ വളരെ ആ ഒരു സർപ്പത്തിൻ്റെ രീതിയിൽ വളരെ ഉഗ്രമായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള ശബ്ദങ്ങളെല്ലാം മനസ്സിൻ്റെ ഉള്ളിലൂടെ കടന്നു പോവുകയാണ്. ബിക്കോസ് ദിസ് ഇൻസിഡൻറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്. ഷീ നോസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്. ഓവർസൈറ്റ് മീൻസ് ഒമിഷൻ. ഇതൊരു സാധാരണ കാഷ്വൽ ഓവർസൈറ്റ് അല്ല. സാധാരണ പോലെ അവർ മറന്നുപോയത് കാര്യമല്ല. അജിത്ത് തനിക്ക് കത്ത് തരാൻ മറന്നതല്ല. ഇറ്റ്സ് ഡെലിബറേറ്റ്. ഹി ഹാസ് ഡൺ ഇറ്റ് ഡെലിബറേറ്റ്ലി. മനഃപൂർവ്വം ചെയ്തതാണ്. തനിക്ക് ആ കത്ത് മനഃപൂർവ്വം തരാതിരുന്നതാണ്. ഭാര്യയല്ലേ, ഭർത്താവിൻ്റെ സ്വഭാവം ശരിക്കറിയാം. അജിത്സ് നേച്ചർ ഈസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. ഹിസ് ക്യാരക്ടർ ഈസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അതാണ് അവൻ്റെ സ്വഭാവം. Somehow he has gained possession of the key to the letter box. വീട്ടിലൊരു ലെറ്റർ ബോക്സ് ഉണ്ട്, അതിൻ്റെ കീ പുള്ളിക്കാരൻ്റെ കയ്യിലാണ്. അത്രത്തോളം ഷ്രൂഡാണ്, ക്രൂക്കഡാണ് നമ്മുടെ അജിത്ത് എന്ന് പറയുന്നത്. Fishing it through the gaps among the 52 hands of the joint family. So now we understand a fact that the house where our Nomida and Ajit live is a joint family. So in order to show the number of members there, here we can see the number of hands here. That is almost there are 52 hands. Means yes, there may be more than 52 members in that family. So he was fishing the letters that arrives in that house in a way that nobody else is getting. അപ്പോൾ വീട്ടിലെ മറ്റ് ആര് വന്ന് ആ ലെറ്റർ എടുക്കുന്നതിന് മുമ്പായി ഈ 52 കൈകൾക്കിടയിലൂടെ ചൂണ്ടയിട്ട് കത്തെടുക്കാൻ വളരെ വിദഗ്ധനാണ്. അവരുടെ കയ്യിലൊന്നും പെടാതെ ചൂണ്ടയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ചൂണ്ടലിട്ട് എടുക്കുക എന്നുള്ള അർത്ഥം. അത്രയും വിദഗ്ധമായിട്ട് ആരുടെ കയ്യിൽ നിന്നും പെടാതെ അവരുടെ കയ്യിലൊക്കെ എത്തുന്നതിന് മുമ്പായി കത്തെടുക്കാൻ വളരെ വിദഗ്ധനാണ് നമ്മുടെ അജിത്ത് എന്ന് പറയുന്നത്. And whenever there's a letter with Nomida's name on the envelope, he opens it, reads it first, and only then does he give it to her. നൊമിതയുടെ പേര് ആ കവറിന്റെ മുകളിലുണ്ടെങ്കിൽ he opens it, reads it first, and only then does he give it to her. അങ്ങനെ വായിച്ചതിന് ശേഷമാണ് കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നൊമിതയ്ക്ക് കൊടുക്കുക. It's possible that oftentimes he doesn't give it to her at all. ചില സമയത്ത് കൊടുക്കുന്നതല്ല. At least that's a suspicion
that had taken deep root in Nomida's mind. അതാണ് ഈ ഒരു സംശയത്തിന് കാര്യം. അതായത് അയാൾ മനഃപൂർവ്വം ചെയ്തതാണെന്ന് സംശയിക്കാനുള്ള കാര്യം ഇതാണ്. എന്താണ് കാര്യം? യെസ്, ഓഫൻ ടൈംസ് he forgets to give her the letter addressed to her. That's the reason. Even though to this day Ajit cannot truthfully make the claim that he has never been able to discover any letter in the slightest degree suspicious. Even though to this day, until this day, Ajit cannot find anything suspicious in the letter. ഒരുപാട് കത്തുകൾ ഇങ്ങനെ പൊട്ടിച്ച് വായിക്കാറുണ്ടെങ്കിലും ഇതുവരെ സംശയിക്കത്തക്ക യാതൊരു തരത്തിലുള്ള കത്തും ഇതുവരെ പുള്ളിക്കാരനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. Still this ugly habit of his won't go. Even though he didn't find anything suspicious, he didn't stop his action. He was continuing the action of opening and reading the letters that is addressed to Nomida. നൊമിതയ്ക്ക് വരുന്ന കത്തുകൾ വായിക്കുന്നത് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. Not with Nomida's anger, not with her taking offense, not with bitter reproaches, her trying to shame him, sarcasm, not with anything. എന്തൊക്കെ കൊള്ളരുതായ്മ അങ്ങോട്ട് പറഞ്ഞാലും ദേഷ്യപ്പെട്ടാലും നമിത ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല. നോട്ട് വിത്ത് എ ടേക്കിംഗ് ഒഫൻസ്, ഒഫൻഡ് ചെയ്യണം, മിസ്ഡീഡ്, വേണ്ടാത്ത രീതിയിലൊക്കെ അങ്ങോട്ട് സംസാരിക്കുക, നിഷേധിക്കുക. നോട്ട് വിത്ത് ബിറ്റർ റിപ്രോച്ചസ്, റിപ്രോച്ച് മീൻസ് ഡിസ്ഗ്രേസ് ഓർ ഡിസോണർ, അപമാനിച്ചിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഹെ ട്രൈങ് ടു ഷെയിം ഹിം, നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടും കാര്യമില്ല. സർക്കാസം, ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ട് ചിലർ, അല്ലേ? എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല പുള്ളിക്കാരന്, അതുകൊണ്ടൊന്നും നന്നാവില്ല. If she mentions it, first he tries to laugh it away. And if laughter doesn't get him out of deep water, he scolds her. അവൾ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ ആദ്യം ചിരിച്ചു തള്ളുകയാണ് പതിവ്. He tries to laugh it away. If laughter doesn't get him out of deep water, if he was not able to escape from the trouble, the meaning of deep water here is trouble, he scolds her. വേറെ രക്ഷയൊന്നുമില്ല എന്ന് കാണുന്ന സമയത്ത് പുള്ളിക്കാരൻ അവളെ ശകാരിക്കും. She sits perfectly still for a minute and reads the letter through. Yes, she was reading that letter through. മുഴുവനായിട്ടും കത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. It's nothing much. A letter from Nomida's mother. മറ്റാരും അയച്ചതല്ല, നൊമിതയുടെ അമ്മ അയച്ചതാണ്. It's a standard speech. Standard speech? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്പീച്ച് എന്നല്ല, ഇറ്റ്സ് എ റെഗുലർ ലെറ്റർ. അവ സ്ഥിരമായിട്ട് അയക്കാറുള്ള കത്ത് പോലത്തെ ഒരു കത്താണ്. The good woman has once again placed on the record the news of her various hardships and complaints getting worse. Misfortune upon misfortune. The ceiling of her room is cracked and the rainwater falls through in ceaseless streams. Complaining letter ആണ്. തൻ്റെ പരാതികൾ, തൻ്റെ ട്രബിൾസ് എല്ലാം പറഞ്ഞുകൊണ്ടൊരു കത്തയച്ചതാണ്. ദ ഗുഡ് വുമൻ, അമ്മയെ നല്ല സ്ത്രീ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? ഇതും ഒരു പക്ഷേ ഒരു സർക്കാസ്റ്റിക് ആയിരിക്കും. എന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ നാണം കെടുത്താൻ വേണ്ടി കത്തയച്ചു കൊണ്ടേയിരിക്കുകയല്ലേ, തൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട്. ഒരു ശ്രീനിവാസൻ്റെ നരേന്ദ്രൻ മകൻ ജയകാന്തൻ മകൻ എന്നൊരു സിനിമയിലുണ്ട്, അല്ലേ? ശ്രീനിവാസൻ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ അച്ഛനെ എങ്ങനെ ഇതുപോലെയാണ് സംസാരിക്കുന്നത്, മൈ ഗുഡ് ഫാദർ എന്നുള്ള രീതിയിൽ. സോ അതുപോലെ ദ ഗുഡ് വുമൻ, ആ നല്ല സ്ത്രീ, has once again placed on the record the news of her various hardships. ഒരിക്കൽ കൂടി തൻ്റെ പ്രയാസങ്ങൾ, hardships means difficulties, and complaints getting worse. പുള്ളിക്കാരത്തിയുടെ അവസ്ഥ മോശപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് സംസാരിക്കുന്നു. മിസ്ഫോർച്യൂൺ അപ്പോൺ മിസ്ഫോർച്യൂൺ, ദൗർഭാഗ്യങ്ങളെക്കുറിച്ച്. എന്തൊക്കെയാണ്? ദ സീലിംഗ് ഓഫ് എ റൂം ഈസ് ക്രാക്ഡ്. പുള്ളിക്കാരത്തിയുടെ വീടിൻ്റെ സീലിംഗ് is cracked, വിള്ളിൽ വീണിരിക്കുന്നു. And the rainwater falls through the ceaseless streams. And the rainwater falls through in ceaseless streams. എൻഡ്ലെസ് സ്ട്രീംസ്, നിൽക്കാതെ ആ സീലിങ്ങിലെ വിള്ളലിലൂടെ, ക്രാക്കിലൂടെ മഴവെള്ളം അങ്ങനെ ഊർന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇഫ് ദിസ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി റെമഡീഡ്, ഇതിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഷീ വിൽ ഹാവ് ടു ഡൈ. എങ്ങനെ? ക്രഷ്ഡ് അണ്ടർ ദ വെയ്റ്റ് ഓഫ് ദ ക്ലാപ്സ്ഡ് റൂഫ്. ആ റൂഫിൻ്റെ, ഭാരമുള്ള റൂഫിൻ്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞു മരിക്കാനായിരിക്കും എൻ്റെ യോഗം എന്ന് അമ്മ കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. ഓഫ് കോഴ്സ് ഷീ ഡസ് നോട്ട് ഡ്രെഡ് ദാറ്റ് ഇവൻച്വാലിറ്റി. ഡ്രെഡ് മീൻസ് ഫിയർ. അങ്ങനത്തെ ഒരു ഇവൻച്വാലിറ്റി പോസിബിലിറ്റി, അങ്ങനത്തെ ഒരു ഇവൻച്വാലിറ്റിയെ കുറിച്ച് പുള്ളിക്കാരത്തേക്ക് പേടിയില്ല. അങ്ങനെ ഒരു സംഭവം നടക്കില്ല. കാരണം ഹെർ ഡോട്ടർ ഈസ് എ ക്വീൻ, തൻ്റെ മകൾ രാജ്ഞിയാണ്. ഹെർ സൺ ഇൻ ലോ, മരുമകനാണെങ്കിലോ ഹൈ മൈൻഡഡ്, ലാർജ് ഹാർട്ടഡ്, വിശാല മനസ്കനാണ്, വലിയ ഒരു ഹൃദയമുള്ളവനാണ്. therefore എക്സെട്ര എക്സെട്ര. തൻ്റെ മരുമകനെയും മകളെയും പുകഴ്ത്തിക്കൊണ്ടാണ് ആ കത്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. ഇനിയുടെ ആ കഥ തൽക്കാലം ഒന്ന് പോസ് ചെയ്ത് വെക്കുകയാണ് നമ്മുടെ എഴുത്തുകാരി. നമിതയുടെ അമ്മയുടെ അവസ്ഥ അതിനെക്കുറിച്ച് വിവരിക്കുകയാണ്. ഷീ ഈസ് ആൻ ഇൻഡിജൻ വിഡോ. ഇൻഡിജൻ മീൻസ് എക്സ്ട്രീംലി പുവർ, വളരെ പാവപ്പെട്ട ഒരു വിഡോ ആണ്, വിധവയാണ്. വിതൗട്ട് ഹസ്ബൻഡ് സൺ, ഹസ്ബൻഡില്ല, മകനില്ല. She was successful in consigning her daughter to a wealthy family's house on the strength of looks alone. Even though she was poor, she was able to send her daughter to a rich family because her daughter was beautiful. ആ ലുക്ക് കൊണ്ട് മാത്രം, നൊമിത സുന്ദരി ആയതുകൊണ്ട് മാത്രമാണ് കല്യാണം കഴിച്ചൊരു വലിയ വീട്ടിലേക്ക് അയക്കാൻ
ആ അമ്മയ്ക്ക് സാധിച്ചത്. ബട്ട് ദ ഗുഡ് ലേഡി ഹാസ് നെവർ സ്റ്റോപ്പ് ടേക്കിംഗ് ക്രെഡിറ്റ്. പക്ഷേ അതിന്ന് ക്രെഡിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചൂഷണം ചെയ്യുന്നത് ഇതുവരെ ആ അമ്മ നിർത്തിയിട്ടില്ല. ഇഫ് ഷി ഗെറ്റ്സ് സ്ലൈറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി, ഏതൊരു ചെറിയ അവസരം കിട്ടിയാൽ പോലും പുള്ളിക്കാരത്തി എന്ത് ചെയ്യും? യെസ്, ഷി വാസ് ടേക്കിംഗ് ക്രെഡിറ്റ്. ഷി വാസ് എക്സ്പ്ലോയിറ്റിംഗ് ഹർ ഡോട്ടർ ആൻഡ് son in law. So she has a special skill in that matter. ആ ഒരു കാര്യത്തിൽ ഭയങ്കര കഴിവാണ്. And she has been finding such opportunities all along. ജീവിതത്തിലുടനീളം അതിനുള്ള അവസരങ്ങൾ പുള്ളിക്കാരത്തി കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. Whenever Ajit sees a new letter from Namida's mother, he smiles derisively and says, derisively, contemptuously, ഉച്ചത്തോടുകൂടി, contemptuously, ഒരു പരിഹാസത്തോടു കൂടിയാണ് അജിത്ത് നമിതയുടെ അമ്മയിൽ നിന്ന് വരുന്ന കത്തിനെ എല്ലാം നോക്കിക്കാണുന്നത്. എന്നിട്ട് പറയും, വൈ ബോദർ ടു റീഡ് ദാറ്റ്? എന്തിനാ അതൊക്കെ വായിച്ചു നോക്കണത്? ഐ വിൽ ഗോ ആൻഡ് ഫിൽ ഔട്ട് എ മണി ഓർഡർ ഫോം. അത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പോയിട്ടൊരു മണി ഓർഡർ ഫിൽ ചെയ്താൽ മതി, അതിനുള്ള കാര്യമുള്ളൂ. Namida's head hangs low with the shame and the insult of it. ഇങ്ങനെ പറയുന്നത് നമിതയ്ക്ക് ഭയങ്കര നാണക്കേടാണ്. So, some time ago, out of anger and grief, ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും, Namida forbade her mother from writing to her on postcards. അവിടെ ഇങ്ങനെ പറയാൻ തീരുമാനിക്കുകയാണ്. Forbade മീൻസ് തടയുക, disallow. ഇനി എനിക്കിങ്ങനെ പോസ്റ്റ് കാർഡ് എന്ന് പറയുന്ന അതിലത്തെ കണ്ടന്റ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വായിച്ചു നോക്കാം അല്ലേ. പോസ്റ്റ്മാൻ അടക്കം ആ കാർഡ് കാണാൻ പറ്റും. ഒരു ഭാഗത്ത് അഡ്രസ്സും ആ കാർഡിന്റെ മറുഭാഗത്ത് മാറ്ററും എഴുതും. ഒരു കവറൊന്നുമില്ല, ഓപ്പൺ ലെറ്ററാണ് പോസ്റ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇനി മേലാക്ക് അമ്മയെ എനിക്ക് പോസ്റ്റ് കാർഡിൽ കത്തയക്കരുത് എന്ന് പറയുകയാണ്. She thought that from then on she would try to send her a little money, whatever she could pull together, സ്വരൂപിക്കുക, gather എന്നുള്ള അർത്ഥത്തിലാണ്. അന്നു മുതൽ തനിക്കാവുന്ന രീതിയിൽ കുറച്ച് പണം സ്വരൂപിക്കാൻ നമിത ശ്രമിക്കുകയാണ്. എങ്ങനെ? ഇൻ സീക്രട്ട്, ആരും അറിയാതെ. സോ ദിസ് വാസ് വാട്ട് കെയിം ഓഫ് ലെറ്റേഴ്സ് ഇൻ എൻവലപ്സ് ടു. അന്ന് കാർഡിൽ അയക്കേണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ കാർഡ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന കത്ത് എൻവലപ്പിലാണ്, കവറിലിട്ടിട്ടാണ് വരുന്നത്. ചേഞ്ച് ഉണ്ട്. Suddenly, Namida flames into anger at her mother. ഇതുവരെ അജിത്തിനോടാണ് ദേഷ്യം, പെട്ടെന്ന് തന്നെ ആ ദേഷ്യം അമ്മയിലേക്ക് പടരുകയാണ്. Why does she keep on begging like this? ഇങ്ങനെ എന്നോട് യാചിക്കുന്നത് എന്തിനാണ്? Why won't she let Namida keep her self-respect, her dignity? എന്തുകൊണ്ടാണ് അവർ നമിതയെ അവളുടെ സ്വാഭിമാനവും അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ അനുവദിക്കാത്തത്? അന്തസ്സോടെ ജീവിക്കാൻ എന്താണ് അമ്മ തന്നെ സമ്മതിക്കാത്തത് എന്നതാണ് നമിതയുടെ സംശയം. No, this time she will write and tell her mother clearly, I can't do any more. Don't hope for anything from me. ഇനി വേറെ രക്ഷയില്ല. അമ്മയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേ പറ്റൂ. ഞാൻ എഴുതാൻ പോവുകയാണ്. എന്താണ് എഴുതുക? എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. Don't hope for anything from me. എന്നിൽ നിന്നും ഒന്നും ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് പറയാൻ നമിത തീരുമാനിക്കുകയാണ്. ഇനി ഇങ്ങോട്ട് പൈസയും ചോദിച്ചിട്ട് കത്തയക്കണ്ട. റൈറ്റ് ദെൻ, അപ്പോഴാണ് അജിത് സ്റ്റെപ്സ് ഇൻ ടു ദ റൂം ആഫ്റ്റർ ഫിനിഷിംഗ് ഹിസ് ലെഷർലി സൺഡേ ബാത്ത്. ഞായറാഴ്ചയാണ്, എങ്ങോട്ടും പോകണ്ട, അതുകൊണ്ട് ലാവിഷായി കുളിയും കഴിഞ്ഞ് വന്നതാണ്. ലെഷർലി, ടേക്കിംഗ് ഇനഫ് ടൈം, ഒരുപാട് സമയമെടുത്തിട്ടാണ് കുളി. ആ കുളിയും കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. നമിതാസ് ഷാർപ്പ് ഇൻഡിഗ്നേഷൻ മീൻസ് ആങ്കർ, ദേഷ്യം. അറ്റ് ദ ഇൻസൾട്ട് സിമ്മറിങ് ഓൾ ഈസ് വൈൽ. തന്നെ ആ ഇൻസൾട്ട് ചെയ്തതിൻ്റെ ദേഷ്യം മുഴുവൻ ഉള്ളിൽ കിടന്ന് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സിമ്മറിങ് മീൻസ് ബോയിലിംഗ്, തിളച്ച് മറിയുക. സീംസ് ടു വാണ്ട് ടു ഡാഷ് ഇറ്റ് സെൽഫ് വയലൻ്റ്ലി അഗെയിൻസ്റ്റ് ഹിം. ഷീ വാണ്ടഡ് ടു ത്രോ ഓൾ ദ ആങ്കർ ടുവേർഡ്സ് അജിത്ത്. തൻ്റെ ദേഷ്യം മുഴുവൻ അജിത്തിൻ്റെ മുകളിലേക്ക് ചൊരിയാൻ വേണ്ടി തോന്നുകയാണ് നമിതയ്ക്ക്. നമിത റോൾസ് ഔട്ട്. നമിത ഗർജിക്കുകയാണ്, അലറുകയാണ്. When did this letter arrive? ഈ കത്ത് എപ്പോഴാണ് വന്നത്? അജിത് ഗ്ലാൻസസ് അറ്റ് ഹെർ ഒബ്ലീക്ലി ഇൻഡയറക്ട്ലി, ഒന്ന് ഇടങ്ങണ്ണിട്ട് നോക്കുകയാണ്. എസ്റ്റിമേറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹിസ് എറർ. തൻ്റെ തെറ്റിൻ്റെ വലിപ്പം സ്വയം ഒന്ന് അളന്നുകൊണ്ട് തൻ്റെ ഭാര്യയെ ഇടങ്ങണ്ണിട്ടൊന്ന് നോക്കുകയാണ്. Another handful of cash for this, he had thought. കുറച്ച് പൈസ കൂടി കൊടുക്കേണ്ടി വരും എന്നാണ് അയാൾ വിചാരിച്ചത്. And decided not to give the letter to Namida. പൈസ കൊടുത്താൽ പോരെ, ലെറ്റർ എന്തിനാണ് നമിതയ്ക്ക് കൊടുക്കുന്നത് എന്നും അവൻ തീരുമാനിച്ചു. ഹി വാസ് ഗോയിങ് ടു ടിയർ ഇറ്റ് അപ്പ് ആൻഡ് ത്രോ ഇറ്റ് അവേ. അത് കീറി വലിച്ചെറിയാൻ തുടങ്ങുകയായിരുന്നു. ഹി ഹാസ് മെയ്ഡ് എ ബിഗ് മിസ്റ്റേക്ക്. വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അജിത്ത് വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നു. നോട്ട് ദാറ്റ് അജിത്ത് ഈസ് ഗോയിങ് ടു ഫീൽ ബാഷ്ഡ് അബൌട്ട് ദാറ്റ്. അജിത്തിനൊരിക്കലും താൻ ചെയ്ത പ്രവൃത്തിയിൽ ബാഷ്മെന്റ് മീൻസ് ഇംബാരസ്ഡ്, ലജ്ജ തോന്നുകയില്ല, അതിനൊരു ഷെയിം തോന്നുകയില്ല. തൻ്റെ പ്രവൃത്തിയിൽ പുള്ളിക്കാരന് വലിയ ഷെയിമൊന്നുമില്ല. As though trying hard to remember
He says, "Letter? What letter? Oh, yes, indeed, there was a letter from your mother. I just hadn't got around to giving it to you." കത്തല്ലേ? ശരിയാണ്, ഒരു കത്തുണ്ടായിരുന്നു എൻ്റെ അമ്മയിൽ നിന്നൊരു കത്തുണ്ടായിരുന്നു. ഞാനത് നിനക്ക് തരണമെന്ന് വിചാരിച്ചതാണ്. എനിക്കത് തരാൻ പറ്റിയില്ല. I just hadn't got around to giving it to you. Got around or get around. Get around is a phrasal verb which means to do something that you have been intending to do for some time. To do something that you have been intending to do. എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് നിശ്ചയിച്ച ഒരു കാര്യം, കുറേ കാലമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു കാര്യം ഇപ്പോൾ ചെയ്യുക. പക്ഷെ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിലും പുള്ളിക്കാരനത് ചെയ്യാൻ പറ്റിയില്ല എന്ന്. ഐ ജസ്റ്റ് ഹാഡിൻ ഗോട്ട് അറൗണ്ട് ടു ഗിവിങ് ഇറ്റ് ടു യു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. തരണമെന്ന് കരുതി, പക്ഷെ തരാൻ പറ്റിയില്ല. വൈ ഹാഡിൻ യു ഗോട്ട് അറൗണ്ട് ടു ഇറ്റ്? എന്തുകൊണ്ട് പറ്റിയില്ല? വൈ ആൻസർ മീ. വൈ ഹാഡിൻ യു ഗോട്ട് അറൗണ്ട് ടു ഇറ്റ്? വാട്ട് എ ന്യൂസൻസ്. എന്തൊരു ശല്യം അത്. ഐ ഹാഡ് ഫോർഗോട്ടൺ. വൈ എൽസ്? ഞാൻ മറന്നു, അല്ലാതെ എന്താ? ലയ, നമിത ഹിസസ് ലൈക്ക് എ സ്നേക്ക്. നുണയൻ എന്ന് വിളിക്കും. വൈ ആർ യു സേയിങ് വാട്ട് എവർ കംസ് ടു യുവർ മൗത്ത്? ഡോണ്ട് പീപ്പിൾ ഫോർഗെറ്റ്? നീ എന്താ വായ തോന്നിയതൊക്കെ പറയണത് ആൾക്കാർ മറക്കില്ലേ? അജിത്ത് ചോദിക്കുകയാണ്. അപ്പോൾ നമിത പറയുന്നു, നോ ദേ ഡോണ്ട്. ഇല്ല, സാധാരണ ആളുകൾ മറക്കാറില്ല. വൈ ഡിഡ് യു ഓപ്പൺ മൈ ലെറ്റർ? The next question, why he had opened her letter. That was the next question. This charge, Ajit tries to scatter the winds. ഈ ഒരു charge means accusation. ഈ ഒരു കുറ്റപ്പെടുത്തൽ, അതിൽ attack. ഈ ഒരു ആക്രമണം, നമിതയുടെ ഭാഗത്തുണ്ടായ വാക്കുകൊണ്ടുള്ള ആക്രമണം, he was trying to scatter into the winds. കാറ്റത്ത് പറത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ഒരു പ്രശ്നം അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. What if I opened it? ഞാനത് തുറന്നാ എന്താ കുഴപ്പം? My own wife's letter. എൻ്റെ സ്വന്തം ഭാര്യയുടെ കത്തല്ലേ? Be quiet, I tell you. നീ മിണ്ടരുത്, നിങ്ങൾ മിണ്ടണ്ട, നിങ്ങൾ സംസാരിക്കരുത്. So what reason should you open my letters? നിങ്ങൾ എന്തിനാണ് എൻ്റെ കത്തുകളെല്ലാം തുറക്കുന്നത്? Haven't I told you 1,000 times not to? It is not the first time I am talking about this to you. More than 1,000 times I was repeating the same. I am repeating the same thing. That is, don't open my letters without my consent. എൻ്റെ അനുവാദമില്ലാതെ എന്തിനാണ് നിങ്ങൾ ഈ കത്തെല്ലാം തുറക്കുന്നത്? Ajit doesn't fear Namida's anger. നമിതയുടെ ദേഷ്യത്തെ പേടിയില്ല. He fears a row. Row means quarrel. ഒരു വഴക്ക്. ഈ തർക്കിക്കാനും വഴക്കിടാനുമാണ് മൂപ്പർക്ക് വയ്യാത്തത്. So he smiles an affected smile and says, ഒരുമാതിരി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, if you are forbidding it, നീ എന്നെ തടയുകയാണ് അതിൽ നിന്നെങ്കിൽ, forbid means to prevent, to disallow. നീ എന്നെ തടയുന്നുണ്ടെങ്കിൽ then it is a definite something. അപ്പോൾ എന്തോ ഒരു കാര്യം അതിലുണ്ട്. കത്ത് തുറക്കാൻ എന്നെ സമ്മതിക്കണില്ലെങ്കിൽ അതിലെന്തോ ഒരു കള്ളത്തരില്ലേ? Shouldn't I make sure that no one is passing you love letters in secret? എൻ്റെ ഭാര്യയ്ക്ക് ആരെങ്കിലും ലവ് ലെറ്റർ കൊടുക്കുന്നില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തണ്ടേ? Stop it! What a common vulgar man you are! എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ് നിങ്ങൾ. After this, it is not possible for Ajit to smile his fake smile anymore. വൃത്തികെട്ട മനുഷ്യൻ എന്ന് കേട്ട സമയത്ത് അതിനുശേഷം ആ പഴയ ചിരിക്കാൻ അജിത്തിന് സാധിച്ചില്ല. Now he too picks up the poison knife. ഒരു വിഷം പുരട്ടിയ തൻ്റെ ആയുധം പുറത്തെടുക്കുകയാണ്. He says, ആ ആയുധം നാക്കാണ്, പറയുകയാണ്, is that so? അങ്ങനെയാണല്ലേ? Those who whine day and night and hold out their palms to their son-in-law, they are the high-class people. A young picket's daughter becomes a queen, and so, അങ്ങനെയാണല്ലേ? Those who whine, WHINE, to complain or cry like a child, ഒരു കുട്ടിയെ പോലെ പരാതി പറയുക, അല്ലെങ്കിൽ കാറിക്കൊണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക, ചിണുങ്ങുക, അതിനൊക്കെയാണ് വായനെന്ന് പറയാം. ഇപ്പോൾ രാവും പകലും ഇങ്ങനെ കുട്ടികളെ പോലെ ചിണുങ്ങിക്കൊണ്ട് മരുമകൻ്റെ നേരെ കൈ നീട്ടിക്കൊണ്ട് നടക്കുന്ന നിങ്ങളെല്ലാം ഹൈ ക്ലാസ് പീപ്പിൾ. എ യങ് പിക്കേഴ്സ് ഡോട്ടർ ബിക്കംസ് എ ക്വീൻ. ഒരു ചാണകം വാരിയുടെ മകൾ രാജകുമാരിയായിരിക്കുന്നു. ആൻഡ് സോ ഇങ്ങനെയെല്ലാം കുറ്റപ്പെടുത്തുകയാണ് നമിതയെ. ഷട്ട് അപ്പ്. അപ്പോൾ സ്വന്തം അമ്മയെയും കുടുംബക്കാരെയൊക്കെ പറഞ്ഞപ്പോൾ നമിതയ്ക്ക് കൊണ്ടു. നമിത യെൽസ്. നമിത ഒച്ചയിടുകയാണ്. The room is on the 3rd floor. 3ാം നിലയിലാണ് റൂം. That's a blessing. അതൊരു അനുഗ്രഹമാണ്. Otherwise with that everyone would have come to look. 3ാം നിലയിൽ എല്ലായിരുന്നെങ്കിൽ എല്ലാവരും വന്ന് എത്തി നോക്കിയേനെ. Shut up, Ajit roars. What shut up? എന്തിനും ഉണ്ടായിരിക്കണം. I will do what I want, what I please. What will you do? Can you do anything? എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. എന്താ ചെയ്യുക? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമിതയോട് ചൂടാവുക. നമിത പറയുന്നു, I can't do anything. Almost panting. ദേഷ്യം വന്നിട്ട് അങ്ങനെ കിതച്ചുകൊണ്ടിരിക്കുകയാണ്. Panting means to breathe quickly. Namida pronounces each word clearly. ഓരോ വാക്കുകളും വ്യക്തമായി സംസാരിക്കുന്നു. You want to see if I can do anything. എനിക്കെന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് കാണണോ? And immediately she does something that is astonishing. ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യുകയാണ്. She grabs Ajit's matchbox.
അജിത്തിൻ്റെ തീപ്പെട്ടി അവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ടോ ദാറ്റ് ഈസ് ലൈയിങ് നിയർ ഹിസ് സിഗരറ്റ്സ് ഓൺ ദ ടേബിൾ. നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ് നേരത്തെ പറഞ്ഞ കാര്യം? യെസ്, സ്റ്റിൽ ദിസ് അഗ്ലി ഹാബിറ്റ് ഓഫ് ഹിസ് വോണ്ട് ഗോ. അവിടെ ദിസ് അഗ്ലി ഹാബിറ്റ് ആണെന്ന് പറഞ്ഞത്. അവിടെ ദിസ് ഉദ്ദേശിക്കുന്ന ഈ കത്ത് പൊട്ടിച്ച് വായിക്കുന്നതിനെ കുറിച്ചായിരുന്നു. നമുക്കൊരു കാര്യം ഇപ്പോൾ മനസ്സിലായി. He has many ugly habits, like he was a smoker and also he has the habit of reading others' letters. This person is totally a strange one. This person, this wife is taking his matchbox and she lights a matchstick. ഒരു തീപ്പെട്ടി കത്തിക്കുകയാണ് and touches it to a sari. സാരിയിൽ തൊടുന്നു. Instantly it flares up. Instantly there was an outburst of fire. തീ കത്തിപ്പടരുകയാണ്. The very fine angel of a wealthy wife's sari. ഒരു ധനികയായ ഭാര്യയുടെ സാരി, അതിൻ്റെ angel. It's not an English word. You can see that word is italicized here. തിരിച്ചെഴുതിയിട്ടുണ്ട്. So it may be a Bengali word. മുന്താണി എന്ന അർത്ഥം സാരിയുടെ തലപ്പ്. അവിടെയാണ് തീ കൊളുത്തിയത്. The very next instant അജിത്ത്, അടുത്ത നിമിഷം അജിത്ത് ഞെട്ടിക്കൊണ്ടുവരികയാണ്. ഹാവ് യു ഗോൺ മാഡ്? പ്രാന്തായോ നിനക്ക്? He says and jumps to her side and grabs the burning patch and slaps it in between his hands and put out the fire. Yes, by slapping the lightened part of the sari, by grabbing the burning patch of the sari, he was trying to put out the fire, extinguish the fire. തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ കയ്യിൽ ആ സാരി തുമ്പ് വെച്ച് തിരുമ്പിക്കൊണ്ട് അതിൻ്റെ തീ കെടുത്താൻ ശ്രമിക്കുകയാണ്. And to tell the truth, now he has a little afraid. സത്യം പറയണല്ലോ, അയാൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. He looks fearfully at Nomida's face. അദ്ദേഹം നൊമിതയുടെ മുഖത്തേക്കൊന്ന് നോക്കുകയാണ്. എങ്ങനെ? ഫിയർഫുള്ളി, പേടിച്ചുകൊണ്ട്. Sees a fire burning the. മൂപ്പരൊരു കാര്യം നൊമിതയുടെ മുഖത്ത് കാണുകയാണ്. സാരിയമ്പിൽ മാത്രമല്ല, നൊമിതയുടെ മുഖത്തും ആ ദേഷ്യം അങ്ങനെ ആളി കത്തുന്നത് കാണുകയാണ്. Blazing red. Blazing red means intense red. With intensity. This word shows the anger. The intensity of the anger of Nomida towards her husband. He doesn't have the courage to put out that fire by slapping it between his hands. സാരിയിലുള്ളത് തല്ലിക്കെടുത്തി, പക്ഷെ മുഖത്തെ ദേഷ്യം നൊമിതയുടെ രണ്ട് കവിളിലും അടിച്ചുകൊണ്ട് ആ മുഖത്ത് ആളിക്കത്തുന്ന തീ കെടുത്താൻ അയാൾ ധൈര്യപ്പെട്ടില്ല. മുഖത്തെ തീ തല്ലിക്കെടുത്താൻ അജിത്തിന് ധൈര്യം വന്നില്ല എന്നാണ്. സോ ഹി ട്രൈസ് ടു pour water on it. തല്ലിക്കെടുത്താൻ അയാൾ ശ്രമിച്ചില്ല, മറിച്ച് ആ ദേഷ്യത്തിലേക്ക് ആ തീയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനെ? വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട്. ഹി attempts to speak normally. സാധാരണ നിലയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നു. You lose all common sense when you get angry, don't you? ആകെപ്പാട് അന്താളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണല്ലേ, എനിക്ക് നിന്റെ സ്വബോധം പോലും നശിച്ചു പോകില്ലേ. എ വുമൻ ആൻഡ് സച്ച് ആൻ ആങ്കർ. ഒരു സ്ത്രീയും അവരുടെ ഒരു ദേഷ്യവും. ഹൂ നോസ് വാട്ട് നൊമിത വുഡ് ഹാവ് സെറ്റ് നെക്സ്റ്റ്. പിന്നീട് എന്തായിരിക്കും നൊമിത പറഞ്ഞിട്ടുണ്ടാവുക, ആർക്കറിയാം. ബട്ട് റൈറ്റ് ദെൻ, എന്തെങ്കിലും പറയുമായിരുന്നു. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു അവിടെ. അപ്പോഴാണ് her niece Rini steps into the room. അവിടേക്ക് റിനി എന്ന് പറയുന്ന തൻ്റെ അനന്തരവൾ കടന്നു വരുന്നത്. Immediately she says piercingly. വീടിൻ്റെ ഒച്ചയാണ് റിനിക്കുള്ളത്. So Kurima, how much longer does the washerman have to wait? Kurima എന്നുള്ളതിൻ്റെ മീനിങ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ബംഗാളി വേർഡാണ്. ഷോയിങ് റിലേഷൻ. Kurima means ഫാദേഴ്സ് യങ്ങർ ബ്രദേഴ്സ് വൈഫ്. ആ കുട്ടിയുടെ പിതാവിൻ്റെ ഇളയ സഹോദരൻ്റെ ഭാര്യയാണ് ഇളയമ്മ. അപ്പോൾ ഇളയമ്മ എന്നുള്ള അർത്ഥത്തിലാണ് ഖുറീമ എന്ന് വിളിച്ചിട്ടുള്ളത്. സോ ഖുറീമ, ഹൗ മച്ച് ലോങ്ങർ ഡസ് ദ വാഷർമാൻ ഹാവ് ടു വെയിറ്റ്? എത്ര നേരം ആ വാഷർമാൻ താഴെ കാത്തു നിൽക്കണം? ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഗിവ് ഹിം എനി ഓഫ് യുവർ ക്ലോത്ത്സ്, അറ്റ്ലീസ്റ്റ് ടെൽ ഹിം ദാറ്റ്. ഒന്നും കൊടുക്കാനില്ലെങ്കിൽ, തുണിയൊന്നും കൊടുക്കാനില്ലെങ്കിൽ അതെങ്കിലും പറഞ്ഞു വിട്ടുകൂടെ? ഫോർ എ സെക്കൻഡ് ഓർ ടു നൊമിത ഈസ് സ്റ്റിൽ. 1-2 സെക്കൻഡ് നേരം നൊമിത ഈസ് സ്റ്റൺഡ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. കാരണം ഒരു ഷോക്കിലായിരുന്നു ഇതുവരെ. പെർഹാപ്സ് റീകോളിംഗ് ദ വാഷർമാൻസ് ഫേസ്, വെയിറ്റിംഗ് ഫോർ ഹെർ ഡൗൺ സ്റ്റേഴ്സ്. താഴത്ത് കാത്തു നിൽക്കുന്ന ആ വാഷർമാൻ്റെ മുഖം ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് നൊമിത. ദെൻ ഷീ പിക്സ് അപ്പ് ദ ഡേർട്ടി ക്ലോത്ത്സ് ആൻഡ് സ്റ്റാർട്ട് സോർട്ടിംഗ് ദം. അങ്ങനെ ആ അഴുക്ക് നിറഞ്ഞ വസ്ത്രങ്ങളെല്ലാം അവർ സോർട്ട് ചെയ്യുകയാണ്, തരംതിരിക്കുകയാണ്. She says in calm tone. ഇതുവരെ തിളച്ചുകൊണ്ടിരുന്ന മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് കാമായിട്ടുള്ള ശബ്ദത്തിൽ പറയുകയാണ്. Go, tell him I am coming. I am bringing the clothes. ഞാൻ താഴേക്ക് വസ്ത്രം ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറയൂ. ആ കുട്ടിയെ പറഞ്ഞു വിടുന്നു. കഥ ജസ്റ്റ് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ കഥയൊന്ന് പോസാവുകയാണ്. ഇനി എഴുത്തുകാരിയുടെ വിശദീകരണം. നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് നൊമിത. ഇപ്പോൾ നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ച് എല്ലാം എഴുതാൻ പറ്റിയ ചില കാര്യങ്ങളോട് പറയുന്നുണ്ട്. നൊമിത സ്പീക്സ് ഹെർ മൈൻഡ്. നൊമിത മനസ്സിലുള്ളത് വെട്ടി തുറന്ന് പറയും. സോ നോ വൺ അറ്റാക്സ് ഹെർ ഔട്ട് റൈറ്റ്.
ഔട്ട്റൈറ്റ് മീൻസ് ഡയറക്ട്ലി. ആരും തന്നെ നേരിട്ട് ആക്രമിക്കില്ല. ടു ഹെർ ഫേസ്, മുഖത്ത് നോക്കി നേരിട്ട് ആക്രമിക്കാൻ ആർക്കും ധൈര്യമില്ല. ദേ ഓൺലി പിഞ്ച് ഹെർ വിത്ത് ഷാർപ്പ് വേർഡ്സ്, കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് നോവിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പിഞ്ച്, നുള്ളുക. അറ്റാക്ക് ഹെർ വിത്ത് ഷാർപ്പ് വേർഡ്സ്, മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ച് വേദനിപ്പിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഹെർ സെക്കൻഡ് സിസ്റ്റർ ഇൻ ലോ ഈസ് ഓൾമോസ്റ്റ് എക്സോസ്റ്റഡ് വിത്ത് വർക്ക് ദിസ് മോർണിംഗ് ആൻഡ് സീയിങ് ഹെർ she puts a twisted smile on her sweat-streaked face and says. അപ്പോൾ നമിതയുടെ രണ്ടാമത്തെ സിസ്റ്റർ ഉണ്ടല്ലോ, രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് എക്സോസ്റ്റഡ് മീൻസ് ടയേർഡായിട്ട് വളരെ ക്ഷീണിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നമിത താഴേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നത്. ഷീ പുട്സ് എ ട്വിസ്റ്റഡ് സ്മൈൽ, ഷീ വെയേഴ്സ് എ ട്വിസ്റ്റഡ് സ്മൈൽ, ഒരുമാതിരി ചിരിച്ചിരിക്കുകയാണ്. ട്വിസ്റ്റഡ്, കളിയാക്കിക്കൊണ്ടുള്ള ചിരിയാണ്. ഓൺ ഹെർ സ്വെറ്റ് സ്ട്രീക്ഡ് ഫേസ്. സ്വെറ്റ് സ്ട്രീക്ഡ് മീൻസ് മാർക്ക്ഡ് വിത്ത് സ്വെറ്റ്, അല്ലെങ്കിൽ ഡിസ്റ്റേർഡ് വിത്ത് സ്വെറ്റ്, വിയർപ്പണിഞ്ഞ മുഖത്ത് ഒരു വല്ലാത്ത ചിരി ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. വെൽ, that is something. At least you finally decided to come down from upstairs, Baba. ഓ, എപ്പോഴെങ്കിലും താഴത്തേക്ക് ഇറങ്ങി വരാൻ തോന്നിയല്ലോ തമ്പുരാട്ടിക്ക് എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. There is no good or bad time for you. നിനക്ക് പ്രത്യേകിച്ച് സമയമൊന്നുമില്ലല്ലോ. എന്തിനാ? ഒരു നല്ല സമയമില്ല, മോശം സമയമില്ല. You find the smallest excuse, എന്തെങ്കിലും ഒരു ചെറിയ കാരണം മതി, to go into your room, നീ നിന്റെ റൂമിലേക്ക് പോകും, and get cozy with your husband. You remain comfort with your husband. ഭർത്താവിൻ്റെ കൂട്ടത്ത് പോയിട്ട് അവിടെ പോയത് മൂളിൽ നിന്ന് സൂചിച്ചിരിക്കുകയല്ലേ. Does the love talk never get old? നിങ്ങളുടെ ഈ ശൃംഗാരം ഒരിക്കലും അവസാനിക്കില്ലേ? നിങ്ങളുടെ ആ സ്നേഹപ്രകടനങ്ങൾ ഒരിക്കലും തീരില്ലേ എന്ന് ചോദിക്കുക. നമിത ലുക്സ് അറൗണ്ട് വൺസ്, നമിത ചുറ്റും നോക്കുകയാണ്. ടു ഗെറ്റ് എ സെൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ, അപ്പോൾ വീടിൻ്റെ അന്തരീക്ഷവും നോക്കുകയാണ്. സീസ് ദ ഹേർലി ബോഡി ഓഫ് ദ മോർണിംഗ്, രാവിലത്തെ ആ തിരക്ക്. ഹേർലി ബോഡി മീൻസ് കൺഫ്യൂഷൻ, നോയ്സ് ഓഫ് ദ മോർണിംഗ്. രാവിലത്തെ ആ തിരക്കുകളൊക്കെ ഒന്ന് നോക്കുകയാണ്. സീസ് ദ ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ ഓൺ either side. ആ ഒരു വാക്ക് ശ്രദ്ധിക്കുക, കോമഡി അല്ലേ അത്, ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ, നല്ലൊരു പ്രയോഗം. അത്രയും ഒരു ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് തന്നെ അത്ര ഒരു ജനങ്ങളുടെ ഒരു കാടാണ് അവിടെ ഉള്ളത്, രണ്ട് ഭാഗത്തും നിറയെ ആൾക്കാർ. ഹർ വോയിസ് മസ്റ്റ് നോട്ട് ട്രംബിൾ, അതുകൊണ്ട് തന്നെ തൻ്റെ വാക്കുകൾ ഒരിക്കലും മുറിയാൻ പാടില്ല, വിറയ്ക്കാൻ പാടില്ല, അല്ലേ? സൂക്ഷിച്ച് സംസാരിക്കണം. ഇതുവരെ ദേഷ്യം കൊണ്ട് വിറച്ചിരിക്കുകയായിരുന്നു, അപ്പോൾ ഇനി സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ പ്രശ്നങ്ങളൊന്നും അവതരിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും തൻ്റെ ശബ്ദം ഇടരരുത് എന്ന് നമിതയ്ക്ക് നിർബന്ധമായിരുന്നു. സോ ഷി ടു സ്മൈൽസ്, എ സ്മോൾ സ്മൈൽ, ആൻഡ് സേസ് ഇൻ ആൻ എക്സ്ട്രീംലി സോഫ്റ്റ് വോയിസ്, വളരെ സോഫ്റ്റ് ആയിട്ട് പറയണം. ഓ, ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ പറയണ മാതിരിയൊന്നുമല്ല. യു ഷുഡ് കം ആൻഡ് പീക്ക് ഇൻ സം ടൈം, ഒന്നൊന്ന് ഒളിഞ്ഞു നോക്കുകൊണ്ടു, പീക്ക് ഇൻ ചെയ്ത് നോക്കുകൊണ്ടു. അവർ ടോക്ക് ഈസ് ഓൾ ആംഗ്രി ടോക്ക്, ഡു യു നോ? സത്യം പറയുകയാണ്, മിക്കവാറും ഞങ്ങളുടെ സംസാരം ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കും. ഞങ്ങൾ പലപ്പോഴും വഴക്കിടാറാണ് പതിവ്, അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന മാതിരി ലവ് ടോക്കൊന്നുമില്ല. Major wife laughs ho and says. Major wife means നേരത്തെ ഖുറീമ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ബംഗാളി റിലേഷൻ സൂചിപ്പിക്കുന്ന വാക്കാണ്. സെക്കൻഡ് ഓൾഡസ്റ്റ് ബ്രദേഴ്സ് വൈഫ്, പുള്ളിക്കാരി ചിരിക്കുകയാണ്. സ്റ്റോപ്പ് ഇറ്റ് നോ വൈഫ്, നമിതയെ നോ വൈഫ് എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് ഡോണ്ട് കവർ അപ്പ് ദ ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ പയസ് സ്പിനാച്ച്. ഡോണ്ട് കവർ അപ്പ് മീൻസ് ഹൈഡ്, ഫോർബിഡൻ ഫിഷ് വിലക്കപ്പെട്ട ആ മത്സ്യം നിങ്ങളുടെ വിശുദ്ധമായ ചീര കൊണ്ട് മറയ്ക്കരുതേ എന്നാണ്. കവർ അപ്പ് ദ ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ പയസ് സ്പിനാച്ച് എന്നുള്ളൊരു ബംഗാളി പ്രൊവർബാണ്. മീൻസ് ടു ട്രൈ ടു ഹഷ് അപ്പ് യുവർ ഫോൾട്ട് ഓർ ബാഡ് ഡീഡ്. ടു കവർ അപ്പ് യുവർ ബാഡ് ഡീഡ് എന്നാണ്. നിങ്ങളുടെ ചീത്ത ചെയ്തികളെല്ലാം കവർ ചെയ്യുക, മൂടി വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വി നോ ദാറ്റ് യു ആർ ലൈയിങ്, നീ നുണ പറയുകയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഡോണ്ട് കവർ യുവർ ലവ് ടോക്സ് ബൈ സേയിങ് ദാറ്റ് ദേ വർ ആംഗ്രി ടോക്സ്. ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ, നിങ്ങളുടെ ലവ് ടോക്ക് ആംഗ്രി ടോക്കാണെന്ന് പറഞ്ഞിട്ട് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, സത്യം പറഞ്ഞാൽ മതി. വി ഹാവൻ ബീൻ റൈസ്ഡ് ഓൺ ഡോങ്കി ഗ്രാസ്, ഞങ്ങളിവിടെ ഡോങ്കി ഗ്രാസ് കഴിച്ചിട്ടൊന്നുമല്ല, കഴുതപ്പുല്ല് കഴിച്ചിട്ടൊന്നുമല്ല വളർന്നിട്ടുള്ളത്. സോ വി ഹാവ് ബീൻ ഗ്രോൺ അപ്പ് നോട്ട് ബൈ ഈറ്റിംഗ് ഡോങ്കി ഗ്രാസ്. വൈ ഡു വി നീഡ് ടു പീക്ക് ഇൻ, ഞങ്ങൾ എന്തിനാണ് ഒളിഞ്ഞു നോക്കുന്നത്? വാട്ട് യു ആർ ഷോയിങ് അസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ് 24 hours a day. 24 മണിക്കൂർ ഞങ്ങൾ കാണുന്നതാണ് നിങ്ങളുടെ അഭ്യാസങ്ങൾ മുഴുവൻ, പിന്നെ ഞങ്ങൾ എന്തിനാണ് ഒളിഞ്ഞു നോക്കുന്നത്? നമിത laughs a laugh that can bring an attractive flush to a white face. ഒരു ചിരി ചിരിക്കുന്നു, ആ ചിരി അവരുടെ മുഖത്ത് ഒരു അട്രാക്റ്റീവ് ഫ്ലഷ്, നാണത്തിൻ്റെതായ ഒരു ചുവപ്പ് നിറം നൽകുകയാണ് ആ ചിരി. ആഫ്റ്റർ ലാഫിംഗ് ദാറ്റ് ലാഫ് ഷീ സേസ്, ചിരി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഗോ ഓൺ, യു സേ ദ നോട്ടിയസ്റ്റ് തിങ്സ്. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു. ദ ബിസി ബോറോ വൈഫ് റൺസ് അപ്പ്, അപ്പോഴാണ് കാർന്നോത്തി അവിടത്തേക്ക് വരുന്നത്. ബോറോ വൈഫ്, എൽഡസ്റ്റ് ബ്രദേഴ്സ് വൈഫ്, അവിടെയുള്ള അജിത്തിൻ്റെയൊക്കെ കാർന്നോരുടെ വൈഫാണ്, അവിടെ ഓടി വരികയാണ്. എന്നിട്ട് ചോദിക്കണോ, ഹാവ് യു ചോപ്ഡ് വെജിറ്റബിൾസ് യെറ്റ്? ഇതുവരെ വെജിറ്റബിൾക്ക് നുറുക്കി കഴിഞ്ഞോ? ഓർ ആർ യു ജസ്റ്റ് ടെല്ലിംഗ് സ്റ്റോറീസ്? അതോ കഥയും പറഞ്ഞു കൊണ്ട് നിൽക്കുക? ആൻഡ് സഡൻലി ഷീ സ്റ്റോപ്സ് ആൻഡ് സ്റ്റാർട്ട്സ്.
പെട്ടെന്ന് തന്നെ ഞെട്ടുകയാണ്. ഷീ സ്റ്റാർട്ട് മീൻസ് സ്റ്റാർട്ടിൽ. വാട്ട്സ് ദാറ്റ്? എന്താ അത്? വാട്ട്സ് ദിസ് അൺലക്കി തിങ്? ഈ ദുസ്സൂചകമായ കാര്യം എന്താണ്? നോ 5 നൊമിതയോട് ചോദിക്കുകയാണ്. എന്താ അത്? ഹൗ ഡിഡ് യു ബേൺ യുവർ ആഞ്ചൽ ദാറ്റ് വേ? ഇങ്ങനെ നിന്റെ സാരി എങ്ങനെയാണ് കത്തിയത്? നൊമിത ടു സ്റ്റാർട്ട്സ്. അപ്പോൾ നൊമിത അത് മറച്ചു കൊണ്ടുവരാൻ വേണ്ടി മറന്നുപോയതാണ്. അത് കേട്ടപ്പോൾ നൊമിതയും ഞെട്ടുകയാണ്. ബട്ട് ഓൺലി ഫോർ എ മൊമെന്റ്, ഒരു നിമിഷ നേരത്തേക്ക് അല്ലേ, ഒരു നിമിഷം മാത്രമേ ഞെട്ടിയുള്ളൂ. ദ നെക്സ്റ്റ് മൊമെന്റ് ഷീ ഫോഴ്സ് ദ ആൻസൽ ബാക്ക് ക്വിക്ലി ആൻഡ് സേസ്, പിന്നിലേക്ക് മറച്ചു പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ലാഫിങ്, ഓ ഡോണ്ട് റിമൈൻഡ് മീ, എന്നെ അത് ഓർമ്മിപ്പിക്കല്ലേ. ഇറ്റ്സ് എക്സാക്ട്ലി വാട്ട് യു കീപ് വാർണിംഗ് മീ അബൌട്ട്. നിങ്ങൾ എനിക്ക് എപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് വാണിംഗ് തരാറില്ല, അതാണ് സംഭവിച്ചത്. ഐ ഡിഡ്ന്റ് ലിസൺ, ഞാൻ ശ്രദ്ധിച്ചില്ല. ആൻഡ് സീ വാട്ട് ഹാപ്പൻഡ്, നോക്കൂ എന്താണ് സംഭവിച്ചതെന്ന്. ഐ യൂസ് മൈ ആൻസൽ ടു ലിഫ്റ്റ് എ ഹോട്ട് പോട്ട് ഓഫ് വാട്ടർ ഓഫ് ദ സ്റ്റവ്. സോ ഐ വാസ് ട്രൈങ് ടു ലിഫ്റ്റ് എ ഹോട്ട് പോട്ട് ഫ്രം ദ സ്റ്റവ്. ഓഫ് ദ സ്റ്റവ് എന്നാണ്. സ്റ്റവിൽ നിന്ന് ഞാൻ ആ വെള്ളം സാരിത്തുമ്പ് കൊണ്ട് വാങ്ങി വെച്ചപ്പോൾ സംഭവിച്ചതാണ്. ആൻഡ് ദാറ്റ് ഡിഡ് ഇറ്റ്, അങ്ങനെ സംഭവിച്ചതാണ് എന്ന് പറയുക. നൊമിത പുൾസ് ദ ബാസ്ക്കറ്റ് ഓഫ് പൊട്ടാറ്റോസ്. ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നേരത്തെ അജിത്തിനെ വിളിച്ച ഒരു പേരുണ്ട്, എന്താണെന്ന് പറയുക, ലയ എന്നുറക്കെ വിളിക്കുന്നില്ല, നുണയൻ എന്ന്. അപ്പോൾ അത്യാവശ്യത്തിന് നുണ പറയാൻ നമ്മുടെ നൊമിതയ്ക്കും അറിയാം, അതിനധികം സമയമൊന്നും വേണ്ട അല്ലേ. ഒരു ഇൻസ്റ്റന്റ് ലൈ ആയിരുന്നു, പെട്ടെന്ന് തന്നെ പുള്ളിക്കാരത്തേക്ക് ആ നുണ മനസ്സിലേക്ക് വരികയാണ്. പക്ഷെ ആ നുണ ആരെയും ഹാം ചെയ്യാനായിരുന്നില്ല, ഒരു സതുദ്ദേശത്തോടു കൂടിയ നന്മ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു നുണയായിരുന്നു അത്. അജിത്തിനെ കുറ്റപ്പെടുത്താനൊന്നും ആ ഭാര്യ തയ്യാറായിരുന്നില്ല. നൊമിത പുൾസ് ദ ബാസ്ക്കറ്റ് ഓഫ് പൊട്ടാറ്റോസ് ടുവേർഡ്സ് ഹെർസെൽഫ് ആൻഡ് സിറ്റ്സ് ഡൗൺ ടു പീൽ പൊട്ടാറ്റോസ്. അങ്ങനെ ഉരുളക്കിഴങ്ങിനെ പീൽ ചെയ്യാൻ തുടങ്ങുകയാണ്, ഉരുളക്കിഴങ്ങിന്റെ തൊലി കളയാൻ തുടങ്ങുകയാണ്. ആൻഡ് ഇൻ ഹെർ മൈൻഡ് ഷീ കീപ്സ് തിങ്കിങ് അബൌട്ട് ഹൗ ഷീ മൈറ്റ് ബി ഏബിൾ സീക്രട്ലി ടു സെൻഡ് ഹെർ മദർ എ ഫ്യൂ റുപ്പീസ്. സോ ഷീ വാസ് തിങ്കിങ് ഓഫ് സംതിങ് എൽസ്. ഷീ വാസ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് എ വേ ടു കളക്ട് സം മണി ആൻഡ് സെൻഡ് ഇറ്റ് ടു ഹെർ മദർ. കുറച്ച് പൈസ എങ്ങനെയെങ്കിലും സീക്രട്ട് ആയിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുക്കണം എന്നതിനെ കുറിച്ച് വിചാരിച്ചിരിക്കുകയായിരുന്നു അവർ. ഷീ കാൻ റിയലി റൈറ്റ് ടു ഹെർ. നൊമിതയ്ക്ക് ഒരിക്കലും അങ്ങനെ എഴുതാൻ സാധിക്കില്ല. എങ്ങനെ? ഐ കാൻ ഡു എനി മോർ, ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത് ഇനി എന്ന് അമ്മയ്ക്ക് എഴുതാൻ നൊമിതയ്ക്ക് കഴിയില്ല. അപ്പോൾ ഉള്ളിൽ നന്മയുള്ള ഒരു മകളാണ്. ഓവർ the entire village knows Nomita is a queen. Nomita's husband is high-minded, large-hearted. അവിടെയുള്ള over there in that place, the entire village knows, എല്ലാവർക്കും അറിയാം, ആ വില്ലേജിൽ എല്ലാവർക്കും അറിയാം, നൊമിത ഈസ് എ ക്വീൻ. നൊമിത എന്ന് പറയുന്നത് ഒരു രാജകുമാരിയാണ്. നൊമിതാസ് ഹസ്ബൻഡ് ഈസ് ഹൈ മൈൻഡഡ്, ലാർജ് ഹാർട്ടഡ്. നൊമിതയുടെ ഹസ്ബൻഡ് ആണെങ്കിലോ ഒരു വിശാല മനസ്കനാണ്, ഹൃദയത്തിന് 4 ഏക്കർ വലിപ്പമുണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. This is precisely why I compare women to matchboxes പറയുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോറി അവിടെ അവസാനിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ എഴുത്തുകാരി ആശാപൂർണ ദേവി പറയുകയാണ്, ഇതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ടൊരു കാര്യം നേരത്തെ പറഞ്ഞത്. ദിസ് ഈസ് പ്രിസൈസ്ലി വൈ ഐ കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ്. സ്ത്രീകളെ മാച്ച് ബോക്സസിനോട് ഉപമിക്കാൻ കാരണം ഇതാണ്. ഈവൻ വെൻ ദേ ഹാവ് ദ മെറ്റീരിയൽ വിത്തിൻ ദംസെൽസ് ടു സെറ്റ് ഓഫ് മെനി റേജിംഗ് ഫയർസ്. ഒരുപാട് വ്യാപ്തി അഗ്നിക്കിരയാക്കാനുള്ള കഴിവുള്ളവരാണെങ്കിലും ദേ നെവർ ഫ്ലയർ അപ്പ്. അവർ ഒരിക്കലും കത്തിക്കയറാറില്ല. ആൻഡ് ബേൺ അവേ ദ മാസ്ക് ഓഫ് മെൻസ് ഹൈ മൈൻഡഡ്നെസ്, ദെയർ ലാർജ് ഹാർട്ടഡ്നെസ്. സ്വന്തമായിട്ട് അത്രയും പവറുള്ള ആളുകളാണെങ്കിലും അവർ ഒരിക്കലും ഒരു കാര്യം ചെയ്യാറില്ല. എന്താണ്? They never wanted to burn away the mask of men's high-mindedness, their large-heartedness. സ്വന്തം ഭർത്താവിൻ്റെ ആണെങ്കിലും ശരി, അവരുടെ ആണുങ്ങളുടെ ആ ഒരു മുഖംമൂടി, മാസ്ക് ഒരിക്കലും വലിച്ചു കയറാൻ അവർ തയ്യാറാവാറില്ല. They don't burn away their own colorful shells. അവരുടെ സ്വന്തം കളർഫുൾ ഷെൽസ്, അവരുടെ പുറംമോടി, അതിനെ കത്തിച്ച് കളയാൻ പുറംമോടിയിൽ അവർ അഭയം പ്രാപിക്കുകയാണ്. അല്ലെങ്കിൽ ആ പുറംമോടി പൊട്ടിച്ചെറിയാൻ അവർ തയ്യാറാകുന്നില്ല. They won't burn them. The men knows this too. ആണുങ്ങൾക്കും നന്നായിട്ട് അറിയാം, എന്ത്, ഈ സ്ത്രീകൾ തങ്ങളുടെ ആ മാസ്ക് കത്തിച്ച് കളയില്ല എന്ന്. That's why they leave them scattered so carelessly. അതുകൊണ്ടാണ് ആണുങ്ങൾ എന്ത് ചെയ്യുന്നത്? തങ്ങളുടെ ഭാര്യമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ അവിടെ ഇവിടെയൊക്കെ സ്കാറ്റർ ചെയ്തിരുന്നത്. സ്കാറ്റർ ചെയ്യുക, ചിതറിച്ചിടുന്നത്. ഇൻ ദ കിച്ചൺ, ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം, ഹിയർ, ദർ, എനിവർ. തീപ്പട്ടിടമാരി തങ്ങളുടെ ഭാര്യമാരെയും അവിടെ ഇവിടെയൊക്കെ ശ്രദ്ധയില്ലാതെ തോന്നിയതുപോലെ വലിച്ചിടുകയാണ്, അല്ലെ വലിച്ചെറിയുകയാണ്. അവരെ ശ്രദ്ധിക്കാറേയില്ല. Quiet without fear, they put them in their pockets. അങ്ങനെ യാതൊരു ഭയവും കൂടാതെ സ്ത്രീകളെ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുകയാണ് പുരുഷന്മാർ എന്നാണ് നമ്മുടെ എഴുത്തുകാരി പറയുന്നത്. So that's the story. This is a translation from Bengali by Prasenjit Gupta. The translator is Prasenjit Gupta. Okay, hope all of you have enjoyed the story. Have a nice day. Thank you.